ഹൃദങ്ങളെ ചീത്ത പറഞ്ഞപ്പോ അങ്ങോട്ട് ചീത്ത പറഞ്ഞില്ല. അതാണ് ചെറുപ്പക്കാരെ, നമ്മുടെ സ്വഭാവം നന്നാകണം, നമ്മുടെ ആലിമീങ്ങളെ സ്വഭാവമാകണം നമ്മുടെ സ്വഭാവം. ഞാൻ ഓർത്തുപോകുന്നു, ബഹുമാനപ്പെട്ട ശൈഖുന പേരോട് ഉസ്താദ്, അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവിടത്തെ കഠിനാധ്വാനം കൊണ്ട് 25 വർഷങ്ങളായപ്പോ കുറ്റ്യാടിയിൽ സിറാജുൽ ഹുദ എന്ന മഹത്തായ സ്ഥാപനത്തെ പടുത്തുയർത്തി. അതിന്റെ സിൽവർ ജൂബിലി സമ്മേളനം നടന്നു. അൽഹംദുലില്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, സമാപന ചടങ്ങിൽ ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഈ സ്ഥാപനം ഉയരാനുള്ള കാരണം ഞാനല്ല, ഞാൻ ഒന്നുമല്ല. ഇത്രയും അധ്വാനിച്ച് ഞാനൊരൽപ്പം പ്രസംഗിച്ചപ്പോഴേക്ക് ഞാൻ വലിയവനായി പോയി, ഞാനൊരു ഫ്ലെക്സ് വെച്ചപ്പോഴേക്ക് ഞാനൊരു വലിയവനായി പോയി, ഞാൻ ഒരു ദിവസം ഉറക്ക വഹിച്ചപ്പോഴേക്ക് ഞാനൊരു വലിയവനായി പോയി. 25 വർഷക്കാലം ഊണും ഉറക്കുമില്ലാതെ ശാരീരികമായി തളർന്നപ്പോ ഞാൻ ഓർക്കുന്നു, ഉസ്താദ് അവിടുത്തെ കുറ്റ്യാടിയിൽ വാള് പറയാൻ വേണ്ടി സാധുവായ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം പോയിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. വാളിന്റെ സമയത്തിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്നോട് കൂടെയുള്ള ഉസ്താദുമാര് പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് വാള് തുടങ്ങാം. ഞാൻ പറഞ്ഞു, വേണ്ട, വാള് കഴിഞ്ഞിട്ട് ഭക്ഷണം തുടങ്ങാം. കാരണം വാള് പറയേണ്ടത് സിറാജുൽ ഹുദയിലാണ്, വേറെ എവിടെയുമില്ല. അതൊന്ന് റാഹത്തായി കിട്ടിയാ പിന്നെ ഭക്ഷണം നന്നായി കഴിക്കാലോ. പക്ഷേ ഉസ്താദിനോട് പോയി പറഞ്ഞു, അയാൾക്ക് ഇപ്പൊ ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് എന്നെ ഇരുത്തിയിട്ട് പറഞ്ഞു, പറ്റൂല, എന്റെ ശരീരം കണ്ടില്ലേ, ഞാനങ്ങ് തളർന്നുപോയി. കാരണം ഭക്ഷണം നിയന്ത്രിക്കാത്തത് കൊണ്ടാണ്. നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. വാല് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കണം, എന്നിട്ട് വാല് പറയണം. അതിന് ന്യായം കൂടി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ ഇതിലേക്ക് കടക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. അപ്പൊ ഉസ്താദ് സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഉസ്താദിന്റെ ശരീരത്തിലേക്ക് നോക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ താടി രോമങ്ങൾ നരച്ചിരിക്കുന്നു. അവിടുത്തെ ഷർട്ട് ഇട്ടാലോ ആ ഷർട്ട് ലൂസായി കാണുന്നു. കാരണം ക്ഷീണം വന്നുപോയി. ആ ക്ഷീണം വന്നത് എന്തുകൊണ്ടാ ചെറുപ്പക്കാരാ? 25 വർഷക്കാലം പുത്തനാശയക്കാരുടെ കേന്ദ്രമാണ് കുറ്റ്യാടിയിൽ ചെന്നു മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിന്റെ കലാലയം പടുത്തുയർത്തിയിട്ട് ആരോഗ്യം മുഴുവനും ക്ഷീണിച്ചല്ലോ. പക്ഷേ സമാപന ചടങ്ങിൽ പ്രസംഗിക്കുമ്പോ പറഞ്ഞു, ഇതിന്റെ ഉയർച്ചയ്ക്ക് ഞാൻ കാരണമല്ല. ഉസ്താദിന്റെ സംസാരം കഴിഞ്ഞവിടെ ഇരുന്ന് അവിടുത്തെ ഉസ്താദായ വന്യരായ ഗുരുവര്യർ സുൽത്താനുൽ ഉലമ സ്റ്റേജിൽ കയറിയിട്ട് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോ പറഞ്ഞു, ഇതൊക്കെ മൂപ്പർ പറഞ്ഞത് വിനയത്തിന്റെ വാക്കാണ്. ഈ കാണുന്ന ഈ മുഴുവൻ ഫലങ്ങൾ അയാളെ അധ്വാനത്തിന്റെ ഫലമാണ് കേട്ടോ.